ഇനി നമ്മളൊരു സിമ്പിൾ കേസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും കൂടെ ഒരേ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നു. അതിൽ നിങ്ങളുടെ പാരൻസ് പറയുന്നത് അവർ ആഴ്ചയിൽ 2 രൂപ വെച്ച് ഡിപ്പോസിറ്റ് ചെയ്യാം, നിങ്ങളുടെ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പാരൻസ് പറയുന്നത് ആഴ്ചയിൽ 10 രൂപ വെച്ചിട്ട് അവർ ഡിപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പറയേണ്ടത് ഒരു 100 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടാവും, ഇതാണ് നമുക്ക് പറയേണ്ടത്. ഈ പ്രോബ്ലം നമ്മൾ മാത്തമെറ്റിക്കലി ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെയാണ് കമ്പ്യൂട്ടർ സയൻസിലുള്ള എല്ലാ പ്രോബ്ലവും നമ്മൾ മാത്തമെറ്റീഷ്യൻസിന് കൊടുക്കും, അവരത് ഫോർമുലേറ്റ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ പ്രോഗ്രാമിലേക്ക് വരുന്നത്. ഇതിൽ നമ്മൾ നിങ്ങളുടെ കേസിൽ y = mx + c, കാരണം ഇത് ലീനിയർ ആയിട്ടാണ് ഇൻക്രീസ് ആവുന്നത്. നിങ്ങളെ yf = m2 + c2. ഓക്കെ, നിങ്ങളത് m1x + c1, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെത് m2x + c2. ഓക്കെ, നമ്മുടെ ആവശ്യം എന്താണ്? 100 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ വീക്കിലാണ് പെർ വീക്ക് 2 rupee പെർ വീക്ക്, ഇത് 10 rupee പെർ വീക്ക്. ഓക്കെ, അപ്പോൾ 100 വീക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ആ വീക്ക് നമ്പർ ആയിരിക്കും, നമ്പർ ഓഫ് വീക്സ്. ഓക്കെ, ഇനി നിങ്ങൾ ഈ അക്കൗണ്ട് തുടങ്ങുന്നത്, രണ്ടുപേരും തുടങ്ങുന്നത് ₹100 വെച്ചിട്ടാണ്. ഓക്കെ, അത് അക്കൗണ്ട് തുടങ്ങാനുള്ള മിനിമം കോസ്റ്റ് ആണ് 100 rupee. അപ്പോൾ ഈ കേസിൽ C1 = C2 = 100, നിങ്ങളുടെ മിനിമം ഇൻവെസ്റ്റ്മെന്റ്. എക്സ് പറയുന്നത് നിങ്ങളുടെ വീക്ക് നമ്പറാണ്, നമ്പർ ഓഫ് വീക്ക്. അതായത് C1 C2 മിനിമം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും, കാരണം ഈ എക്സ്പെൻഡിച്ചർ ഇല്ലാതെ നിങ്ങൾക്ക് എവിടെ അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല. ദാറ്റ് ഈസ് വെൻ x = 0. ഇതൊരു ലൈനായിരിക്കും, ഇത് ലീനിയർ മാനറിലാണ് ഇത് ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ ഒരു y ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് ഈസ് x = 0, അതായത് 0th വീക്ക്. 0th വീക്ക് മീൻസ് യു ആർ സ്റ്റാർട്ടിങ് ദ അക്കൗണ്ട്. അവിടുത്തെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഈ 100 rupees ആയിരിക്കും. ഇതില്ലാതെ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഇന്റർസെപ്റ്റ് സി എന്ന് പറയുന്നത് നിങ്ങൾ അക്കൗണ്ട് തുടങ്ങാൻ ഉപയോഗിക്കുന്ന എമൗണ്ട് ആയിരിക്കും. ഇനി എക്സ് പറയുന്നത് നമ്പർ ഓഫ് വീക്ക്, എത്രാമത്തെ വീക്കാണ്. അപ്പോൾ 100 വീക്ക് കഴിഞ്ഞാൽ എത്രയാവും, അതാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച്, അപ്പം 0th വീക്കിൽ നിന്നും ഒരു ഫസ്റ്റ് വീക്കിലേക്ക്, ഓരോ വീക്കിലുമാണ് നിങ്ങളുടെ പാരൻസ് ഈ എമൗണ്ട് ഇടുന്നത്. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച്, അപ്പോൾ നിങ്ങളുടെ കേസിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ എം എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് 2 ആണ്. ഇയാളുടെ കേസിൽ M1, M2 എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് 2 × x + C1 ദാറ്റ് ഈസ് 100 വരും. ഇയാളുടെ കേസിൽ അത് 10x + C2 വരും. അപ്പോൾ C1 C2 ഈക്വൽ ആയതുകൊണ്ട് നമ്മളത് തന്നെ C എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാത്തമെറ്റിക്കൽ ഫോർമുലേഷൻ. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കേസിൽ അത് 10x + c ആണ്, നിങ്ങളുടെ കേസിൽ അത് 2x + c, സിയുടെ വാല്യൂ 100. ഓക്കെ, 2x + 100 ആണ്. ഇതാണ് സിയുടെയും ഇന്റർപ്രിട്ടേഷൻ ഈ ഒരു കോൺസെപ്റ്റ്. ഓക്കെ.